ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1524 ദിവസമായ ഇന്ന് 2025 ജൂലൈ മാസം 17 വ്യാഴാഴ്ച, 1200 ആണ്ട് കർക്കിടക മാസം 1 ഗുരുവചനങ്ങളിലൂടെ ഗൃഹസ്ഥാശ്രമ കാലത്തിൽ ദൈവപൂജ, ദാനം, അതിഥി സൽക്കാരം മുതലായവ യഥാവിധി ചെയ്തിട്ട് അതിൽ നിന്നും പിന്തിരിഞ്ഞ് 60 വയസ്സ് പൂർത്തിയായാൽ സന്യസിക്കണം. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവിരൽ എന്ന പുസ്തകത്തിൽ വചനവും മൗനവും എന്ന് വിവരിക്കുന്നതിൻ്റെ 6ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഈ ജ്ഞാനവചസ്സിൻ്റെ സ്വരൂപം വെളിവായി കിട്ടുന്നത് മിക്കവാറും ഊഹം, അപോഹം എന്നിവയുടെ സംയുക്ത ഫലമെന്ന നിലയിലാണ്. ധ്യാനാത്മകമായ മനനമാണതിന് ഉൾപ്രേരണ നൽകുന്നത്. ഒരുവനെ ദൃഢബോധനാക്കി തീർക്കുന്ന തരം ഉൾക്കാഴ്ച നൽകുന്ന ഈ ആന്തരിക വൃത്തി കവിഹൃദയമുള്ള ഭാവനാശാലികൾക്ക് മാത്രം സഹജമായിരിക്കുന്ന ഒന്നാണ്. ഈ ദീക്ഷണ വൈഭവത്തിൽ സമീപന രീതിയിലുള്ള ഒരുതരം നിർവിശങ്കത, എല്ലാ സന്നിധികൾക്കും മുകളിൽ നിന്നുകൊണ്ട് തലയെടുപ്പോടുകൂടി മുന്നേറുന്ന ധീരമായ ചുവടുവയ്പ്, തപസ്വികളിൽ മാത്രം കാണാവുന്ന ഒരുതരം അചഞ്ചലത, ഇതൊക്കെ തെളിഞ്ഞു കാണാം. ഈ സവിശേഷതകളൊക്കെ ഭാഷാപരവും കാലഘട്ടപരവുമായ മൂടുപടങ്ങൾ കൊണ്ടോ ഔപചാരികതകൾ കൊണ്ടോ ഉണ്ടായിട്ടുള്ള മറകൾ നീക്കിയായിരിക്കും ഈ മഹാന്മാരിൽ പുറത്തു വരുന്നത്. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.